ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇത്തിരി വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയി മാത്യുബ്രദറാണ്. ഈ ഏപ്രിൽ മാസം 6-ാം തീയതി ഈ മകന് വേണ്ടി ദൈവം ഒരു വലിയ അത്ഭുതം, കുടുംബപരമായ വിഷയത്തിനകത്ത് വലിയൊരു മറുപടി കൊടുക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ നിലയിൽ ഈ മകൻ്റെ ജോലിയുടെ തടസ്സങ്ങളെ മാറ്റി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് പ്രിയ ബ്രദറിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രൊട്ടക്ഷനായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം തൻ്റെ കുടുംബ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ഒരു ദൈവകൃപ ഈ മകൻ്റെ മേളിൽ വെളിപ്പെടണമേ അപ്പ. ഈ ഏപ്രിൽ 6-ാം തീയതി ഒരു വലിയ ഗുഡ് ന്യൂസ് കേൾക്കാൻ ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ 2 മക്കളുടെ വിഷയത്തിനകത്തൊരു വലിയ അനുകൂലത തൻ്റെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, തൻ്റെ ജോലിയിൽ ഒരു വിടുതൽ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാക്കിയാൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ ജോലിയിൽ ഭയങ്കര ഉയർച്ച, ആ എതിർപ്പുകൾ നീങ്ങിപ്പോകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ രക്തത്തിന് ശക്തിയുള്ളതാ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാകൽ ഇന്നും സംസാരിക്കുന്ന രക്തം. കർത്താവെ, തൻ്റെ നീതിക്കായി, തൻ്റെ വിടുതലിനായി, തൻ്റെ ഉയർച്ചയ്ക്കായി യേശുവിൻ്റെ രക്തം വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ, തൻ്റെ മാതാവിനും പിതാവിനുമായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും പൂർണ്ണ സന്തോഷവും വെളിപ്പെട്ട് വരണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വലിയ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും രൂപാന്തരം കൊണ്ടുവരുന്നതുമായ ദൈവത്തിൻ്റെ തിരുവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവമായിരുന്നു എന്ന് വ്യക്തമായി ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ കേൾവിയിൽ ചിലരോട് എനിക്ക് പറയാനുണ്ട്, ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകും. ഈ വചനത്തിൻ്റെ കേൾവിയിൽ വെളിപ്പാട് പുസ്തകം 1:3 പറയുന്നത്, കേൾക്കുന്നവനും ഇത് വായിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് വായിക്കുന്ന, ഇത് പ്രമാണിക്കാൻ തീരുമാനമെടുക്കുന്നവർ ഇന്നു മുതൽ അത്ഭുതകരമായ മാറ്റത്തിലേക്ക് വരികയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് യോഹന്നാൻ്റെ സുവിശേഷം 15:3 പറയുന്നു, നിങ്ങൾ ഈ കേട്ട വചനത്താൽ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും, വചനത്തിന് നമ്മെ കരകയറ്റാൻ പറ്റും. കാരണം എന്തെന്ന് ചോദിച്ചാൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയോടായിരിക്കുമെങ്കിൽ നീ അറിയാതെ നിന്റെ സൗഖ്യം നിന്റെ വെളിയിൽ വെളിപ്പെടുകയാണ്. നീ അറിയാതെ നിന്നെ കർത്താവ് അടുത്ത നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഇരുളിനെ നീക്കുന്ന ഈ വചനത്തിൻ്റെ പ്രത്യേകത വ്യക്തമായി തിരിച്ചറിയുക. ഇതാ, വചനം നിന്റെ ജീവിതത്തിനകത്ത് ഇരുട്ടിനെ നീക്കുകയാണ്. ഞാൻ ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതാ, ദൈവത്തിൻ്റെ അടുക്കൽ ഇരുട്ട് ചെന്ന് പരാതി പറയുകയാണ്. ഹല്ലേലൂയ. ഈ വെളിച്ചം വരുമ്പോഴെല്ലാം വെളിച്ചം എന്നെ ഓടിക്കുന്നു എന്നുള്ളത്. ഉടനെ ദൈവം അറിയാം, വെളിച്ചത്തെയും കൂടെ 2 പേരെയും കൂടെ ഒരുമിച്ച് വിളിച്ചിട്ട് വെളിച്ചത്തോട് ചോദിക്കുകയാണ്, വെളിച്ചമേ നീ ഇരുട്ടിനെ ഓടിക്കുന്നെന്ന് പരാതി പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ വെളിച്ചം പറയുകയാണ്, ഞാൻ ഒരിക്കൽ പോലും ഇരുട്ടിനെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം വരുന്നിടത്ത് ഇരുട്ടിന് നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവവചനത്തോട് ഇന്ന് പ്രിയം വയ്ക്കുന്ന, ദൈവവചനത്തെ ഏറ്റെടുക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും
എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതാ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പാതകളെ നേരെയാക്കിയാണ്. തടസ്സം കൊണ്ടുവന്ന, ഇരുട്ടിൻ്റെ അനുഭവം കൊണ്ടുവന്ന ചിലത് ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ചില കേൾവിക്കാരുടെ നടുവിൽ നിന്ന് അത് മാറിപ്പോവുകയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1:4 പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ തിരുവചനത്തിന് ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയും, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ജീവൻ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഈ ദൈവവചനത്തിന്റെ ശക്തിയെ സ്വീകരിക്കുമെങ്കിൽ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതുമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ദൈവവചനത്തിന്റെ ശക്തി ചിലവരുടെ മേളിൽ വെളിപ്പെടുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തിയായി ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എനിക്കൊരു ആഴം പറയാനുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചലിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സാന്നിധ്യം ഈ വചന കേൾവിയിൽ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ ഒരു വെളിപ്പാടും കൊണ്ട് നിങ്ങളുടെ മേളിൽ പകരട്ടെ. എല്ലാ ഭക്തന്മാരുടെ മേളിലും, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ മേളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. പക്ഷെ ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ തലങ്ങൾ വെളിപ്പെട്ട് വരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവരെ അടങ്ങാത്ത ദാഹമാണ്, അവരെ അടങ്ങാത്ത വാഞ്ചയാണ് അവരെ അടുത്ത നിലകളിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം യേശു പറഞ്ഞു, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരിക, അവർ എങ്കിൽ നിന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ചിലതിനെ നിനക്ക് പ്രാപിക്കാൻ കഴിയും. കാരണം ഈ വചനം അയക്കപ്പെടുന്നതാണ്. ഈ അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇരുള് പിടിച്ചു കിടക്കുന്ന ഭൂമിയുടെ മേളിൽ ഇതാ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മുതൽ സൃഷ്ടിപ്പുകൾ സംഭവിക്കുകയാണ്. അപ്പോൾ മുതൽ വെളിച്ചത്തിൻ്റെ വലിപ്പം വെളിപ്പെടുകയാണ്. ഇതാ പാഴായ, ശൂന്യമായ, ഇരുളായ ഭൂമിയെ ഏതൻ പറുദീസയാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് എനിക്ക് പറയാനുണ്ട്, നീ ഇന്നുവരെയും കാണാത്തത് ചിലത് ഇപ്പം തുറന്നു വരാൻ തുടങ്ങും. ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ചലിക്കാൻ തുടങ്ങും. ആത്മാവിലൊന്ന് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വലിപ്പം ചലിച്ചു തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ എഴുന്നേൽപ്പ് ചലിച്ചു തുടങ്ങുകയാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ആത്മാവിലൊന്ന് ഒരുങ്ങിക്കൊണ്ട് ചലിക്കുക. ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുന്ന ഓരോ ദൈവമക്കളെയും നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്ന നിങ്ങൾ തകർന്നു പോകത്തില്ല. നിങ്ങളുടെ മേളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വിശ്വസിച്ച് ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. അതേ നിലയിൽ തന്നെ 23-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം പറയുന്നു, അവനെ കാത്തിരുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങളുടെ മേലേക്ക് റിലീസ് ആകുകയാണ്. 1, വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. 2, കാത്തിരിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. 3, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിനെ നോക്കി ഇറങ്ങിയ ഒരു ഭക്തനും ലജ്ജിക്കത്തില്ല എന്നുള്ളത് വചനമാകിയാൽ ഇപ്പോൾ മുതൽ അതിനെ സ്വീകരിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തൊരു തലം തുറന്നു തുടങ്ങട്ടെ. അതേ നിലയിൽ തന്നെ ഈ വചനത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന വാക്യങ്ങളിലൊന്നാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ നശിക്കത്തില്ലെന്നുള്ള ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ പ്രാർത്ഥനയിൽ ചലിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അളവില്ലാത്തത് എന്തോ ഒന്ന് ചലിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ എഴുന്നേൽപ്പുകൾ സംഭവിക്കുകയാണ്. അപ്പോൾ അയക്കപ്പെടുന്ന വചനം പടകിനെ നിറയ്ക്കുന്നതാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതാ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ 147-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. എന്നെ കേൾക്കുന്ന ഓരോ ദൈവങ്ങൾ, നിങ്ങൾ എവിടാണോ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് ഹല്ലേലൂയ ഇതാ ഈ വചനം ചെല്ലുകയാണ്. ഒന്നുകൂടെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബന്ധനമില്ലാത്ത വചനം ബന്ധനങ്ങളെ അഴിക്കുവാൻ. നിങ്ങളിപ്പോൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇതാ അയക്കപ്പെടുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി ഒരു അസാധാരണ കാര്യം ചെയ്യാൻ പോകുന്നു. അതേ നിലയിൽ തന്നെയാണ് യേശയ്യാ 55-ൽ പറയുന്നത്, പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരിക്കും, അത് അതിൻ്റെ കാര്യം സാധിപ്പിച്ച് അതിൻ്റെ ഇഷ്ടം നിറവേറ്റിയിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി വലുതാണ്. ആ തലത്തിൽ തന്നെ നിന്നുകൊണ്ട് ആരോടൊക്കെയോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതാ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ
ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ വചനത്തിനകത്ത് ഒരു അടിസ്ഥാനമിടാൻ, വചനത്തിനകത്ത് നിലനിൽക്കുവാൻ, വചനത്തിനകത്ത് നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഈ വചനത്തെ തന്നെ മുറുകെ പിടിക്കാൻ പറ്റുമെങ്കിൽ യോശുവയോട് പറഞ്ഞ അതേ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതാണ്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കും, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. അതേ നിലയിൽ തന്നെ അടുത്ത വാക്യം പറയണം, നീ ചെല്ലുന്നിടത്തെല്ലാം ശുഭത വരും. നീ ചെല്ലുന്നിടത്തെല്ലാം ശുഭത വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കുക. ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് പ്രിയരെ. ഈ വചന കേൾവിയിൽ നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ വിളിച്ചു പറയുന്ന ഈ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. വെളിപ്പാട് പുസ്തകം 3:8, ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തോ, നാമത്തെ നിഷേധിച്ചൊന്നുമില്ല. വചനത്തെ കാക്കുന്ന, വചനത്തിന് വേണ്ടി നിൽക്കുന്ന ചിലവരെ നോക്കി എനിക്ക് പറയാനുണ്ട്, ഇതാ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. നിനക്ക് മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുകയാണ്, സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. വചനത്തിനകത്ത് ചില മണിക്കൂറുകൾ ഒന്നുകൂടെ ഹല്ലേലൂയ ആ വചനത്തിന് മുമ്പിൽ ഇരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് ചിലത് തുറക്കാൻ പോവുകയാണ്. വചനം നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വിശ്വാസത്തിൽ അതിനെ സ്വീകരിക്കുക. വചനം നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയതിനെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഒന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗം പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് അടുക്കാം. ഹല്ലേലൂയ. പൗലോസിന്റെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ തലത്തിൽ നിന്നുകൊണ്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുന്നു. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത്. 2-ാമത്തെ വാക്യം, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റ് ഒന്നിനെയും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുന്നവൻ ജ്ഞാനസമ്പൂർണനാണ്. ഹല്ലേലൂയ. അറിവിൽ തികഞ്ഞവനാണ്. പക്ഷെ അവനിതാ കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട്. എന്നെ കേൾക്കുന്നവരെ, എന്താ പൗലോസെ അങ്ങ് ഇത്രത്തോളം വലിപ്പമായി പറയുന്നത്? പൗലോസ് നമ്മോട് പറയും, കൊരിന്ത്യ ലേഖനം 1:18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കിത് ദൈവശക്തിയുമാണ്. എന്നെ കേൾക്കുന്നവരെ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ ഒന്ന് സ്വീകരിക്കുക. ഇതാ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ ആഴമായി ഒന്ന് വെളിപ്പെടുകയാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ സ്വീകരിക്കുക. അതൊരു ഭയങ്കര വലിപ്പമായി ഓരോ ദൈവമക്കളുടെ മേളിൽ ഇപ്പോൾ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുന്നു, അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നയാളാണ്, പക്ഷേ ആത്മാവിൽ തിരിച്ചറിയുക, ക്രൂശിക്കപ്പെട്ട ആഴമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വലിപ്പമായി തുറക്കേണ്ടത്. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ക്രൂശ് ആണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ എംബ്ലമായി അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത്. ഹല്ലേലൂയ. യഹൂദന്റെ നിയമം അനുസരിച്ച് ക്രൂശ് ഒരു ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. എന്നാൽ ഗലാത്യ ലേഖനം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതേ നിലയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 15:21 അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനിയ വർഗ്ഗക്കാരനായ ശീമോനെ അവർ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ, തെള്ളപ്പെട്ട തഴയപ്പെട്ട കുറേനിയ വർഗ്ഗക്കാരനായ ശീമോൻ പോലും ക്രൂശ് ചുമക്കാൻ ഹല്ലേലൂയ ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോൾ അവനെ നിർബന്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തതൊന്നായിരുന്നു. എന്നാൽ ക്രൂശിൽ അവൻ 6 മണിക്കൂർ തൂങ്ങിക്കിടക്കുമ്പോൾ 3 ആണികളിൽ അവൻ പിടയുമ്പോൾ ആ ക്രൂശ് ഏറ്റവും അനുഗ്രഹത്തിന്റെ ചിഹ്നമായി തീർന്നു. ക്രിസ്തീയ വിശ്വാസികളുടെ ഭവനത്തിൽ ക്രൂശുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എല്ലാ പട്ടണങ്ങളുടെ നടുവിലും ക്രൂശിന്റെ ഒരു ചിഹ്നം വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ ക്രൂശിന്റെ ആഴം, ഇന്ന് ക്രൂശിക്കപ്പെട്ട യേശുവിനെ നാം തിരിച്ചറിയുക. ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ നിങ്ങളെ നോക്കി പറയട്ടെ, അത്ഭുതങ്ങൾ വലിപ്പമായി നമുക്ക് കാണാം. 4 സുവിശേഷങ്ങളിൽ വ്യക്തമായി 36 അത്ഭുതങ്ങൾ യേശു ചെയ്തതായി കാണുന്നു. അത്ഭുതങ്ങളില്ലെന്നല്ല ഞാൻ പറയുന്നത്, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത്ഭുതങ്ങൾ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അനുഗ്രഹം ഒരാളെ തൊട്ടു തുടങ്ങിയാൽ, അനുഗ്രഹം ഒരാളുടെ ജീവിതത്തിനകത്ത് ഒഴുകി തുടങ്ങിയാൽ അത് നിൽക്കത്തില്ല. അത്ഭുതം എന്ന് പറയുന്നത് ജീവിതങ്ങളിൽ നടക്കാതെ മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ ഇനിയൊരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ വെളിപ്പെടുന്ന ഒന്നാണ് അത്ഭുതം. പക്ഷേ അനുഗ്രഹം എന്ന് പറയുന്നത് നിന്റെ 1000 തലമുറ വരെയും കൈമാറപ്പെടാൻ പറ്റുന്നതാണ്. ബൈബിൾ
ബൈബിൾ പറയുന്നത്. ഇതാ നിന്നിൽ ഒതുങ്ങാതെ അത് അതിരുകളെ വിശാലമാക്കുന്ന രീതിയിൽ ഒഴുകി തുടങ്ങിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ ക്രൂശിലൂടെ ഒഴുകുന്ന അനുഗ്രഹത്തിൻ്റെ ശക്തി ചിലവരെ തൊടുമാറകട്ടെ. ചിലവരെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചിലത് ഇപ്പോൾ മുതൽ തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അത്ഭുതങ്ങളെ ഒന്ന് ആഴമായി തുടങ്ങുകയാണ്. ഹല്ലേലൂയ. 4 സുവിശേഷങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ കരയിൽ അത്ഭുതം ചെയ്തു, പോകുന്ന വഴിയിൽ അത്ഭുതം ചെയ്തു, കല്ലറയിൽ അത്ഭുതം ചെയ്തു, കടലിൽ അത്ഭുതം ചെയ്തു. ഇങ്ങനെ 36 അത്ഭുതങ്ങളെ വ്യക്തമായി ഹല്ലേലൂയ വെളിപ്പെടുത്തു. യായിറോസിന്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ലോകത്തിനും മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത 3 വലിയ അത്ഭുതങ്ങളെ ദൈവം അതിനകത്ത് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കല്ലറയിൽ മാത്രം പാർത്തു വന്ന ഒരുത്തനെ കർത്താവ് വിടുവിക്കുകയാണ്, ഭൂതഗ്രസ്തനെ വിടുവിക്കുന്നു. 12 വർഷമായി മെഡിക്കൽ സയൻസിൽ ഇനി ഒരു മാർഗമില്ലെന്ന് പറഞ്ഞവളെ കർത്താവ് സൗഖ്യമാക്കിയാണ്. ലോകം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് യായിറോസിന്റെ മകൾ മരിച്ചുപോയെന്ന് ഉറപ്പുവരുത്തിയവളെ ഇതാ തലിതാ കുമി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത്ഭുതങ്ങൾക്കൊന്നിനും കുറവില്ല. പക്ഷെ യഹൂദന്റെ നോട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. യഹൂദന്റെ അടുക്കലേക്ക് നമ്മളിതാ അത്ഭുതമായി ചെല്ലുകയാണ്. പുതിയ നിയമത്തിൽ യേശു ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഒന്നാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 20,000 പേർക്ക് മുകളിൽ നിൽക്കുന്ന ആ വലിയ ജനത്തെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇതാ പഴയ നിയമത്തിൽ മോശ വിളിച്ചു പറയും, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ വിശ്വാസത്തിൽ, ഞങ്ങളുടെ യാത്രയിൽ 40 വർഷം അല്ലെങ്കിൽ മന്ന ഇറങ്ങി വന്നു. 40 വർഷം 30 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് അവൻ മരുഭൂമിയിൽ പോഷിപ്പിച്ചു എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പോൾ 5000 പേരെന്നുള്ളത് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്താണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യേശു കടലിന് മേളിൽ നടന്നു പത്രോസിനെ നടത്തിയെന്ന് പറയുമ്പോൾ മോശ വടി നീട്ടിപ്പിടിച്ച് ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടലെ 2ആക്കി 30 ലക്ഷത്തിന് മുകളിലുള്ളവനെ അക്കരെ കയറ്റിയതായി നമ്മൾ കാണുകയാണ്. അതേ നിലയിൽ തന്നെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാനാവിൽ കല്യാണ വീട്ടിൽ പച്ചവെള്ളം കൊണ്ട് കർത്താവ് വീഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്നാൽ അത്ഭുതങ്ങളിൽ നാം വിശ്വസിക്കുമ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്ത വലിപ്പം നാം തിരിച്ചറിയണം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു, വളരെ വെള്ളം പുറപ്പെട്ട് ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. നിങ്ങൾ നോക്കേ, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തുകൊണ്ട് തൻ്റെ ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും ദൈവം അത്ഭുതകരമായി വഴി തുറന്നതായി കാണുകയാണ്. അപ്പോൾ നമ്മുടെ നോട്ടത്തിൽ 4 ദിവസത്തെ പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 5000 പേരെ പോഷിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ പഴയ നിയമത്തിൽ ഭക്തന്മാരോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, യോശുവ സൂര്യനോടും ചന്ദ്രനോടും അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അത് നിന്നതായി കാണുകയാണ്. അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതാ പഴയ നിയമ ഭക്തന്മാർ വലിയ ദൈവപ്രവർത്തികൾ കണ്ടവരാണ്, വലിയ അത്ഭുതങ്ങൾ കണ്ടവരാണ്. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ മോശയേക്കാൾ ഉന്നതൻ, അവൻ യോശുവയേക്കാൾ ഉന്നതൻ, അവൻ അഹ്റോനേക്കാൾ ഉന്നതൻ. എന്നെ കേൾക്കുന്നവരെ, പഴയ നിയമ ഭക്തന്മാരെ നിരയായി പിടിച്ചുകൊണ്ട് എല്ലാവരെക്കാളും ഉന്നതനെന്ന് യേശുവിനെ നോക്കി പറയാൻ കാരണമെന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ ഭക്തന്മാർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഇതാ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി അവൻ കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവിലയായി തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനെ അല്ലാതെ ഞാൻ മറ്റൊന്നിനെയും അറിയുന്നില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചതും എൻ്റെ ജീവിതത്തിനകത്ത് വഴി തുറന്നതും ക്രൂശിലാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നതിൻ്റെ ആഴമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം, വലതും ഇടതുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. യേശുവിൻ്റെ വലതും ഇടതുമായി 2 കള്ളന്മാരെയും കൂടെ ക്രൂശിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രിയരെ? അവരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചെന്ന് ചോദിച്ചാൽ യഹൂദൻ പരിഹസിക്കാൻ വേണ്ടിയാണ്, നിന്ദിക്കുവാൻ വേണ്ടിയാണ്. എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ആഴം കാണാൻ പറ്റുമെങ്കിൽ ഇടതും വലതുമായി കള്ളന്മാരുടെ നടുവിൽ യേശുവിൻ്റെ ക്രൂശ് അല്പം ഉയർത്തി എന്ന് പറഞ്ഞാൽ സൈഡിൽ കിടക്കുന്ന ഇവരെ ആരെയും കണ്ടില്ലേലും യേശുവിനെ വ്യക്തമായി ജനം കാണണം. അങ്ങനെ നിന്ദിക്കപ്പെടാൻ തക്കവണ്ണം യേശുവിനെ കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെടുമ്പോൾ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, അവരുടെ നടുവിൽ അവൻ ക്രൂശിക്കപ്പെട്ടെങ്കിൽ നീ വിശ്വസിക്കും, നിന്റെ കുടുംബത്തിന്റെ നടുവിൽ അവൻ വെളിപ്പെടുകയാണ്, നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അവൻ വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ 7 നിലവിളക്കിന്റെ നടുവിൽ അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ പുതിയ നിയമത്തിൽ യേശു നമ്മോട് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഏറ്റവും വലിപ്പമുള്ളതാണ് മത്തായിയുടെ സുവിശേഷം 18-ന്റെ 20-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുക. എന്നെ കേൾക്കുന്നവർ 2 പേര് കൂടുന്നതിൻ്റെ നടുവിൽ അവൻ വെളിപ്പെടുകയാണ്. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ
ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, എൻ്റെ കർത്താവ് നിങ്ങളുടെ നടുവിൽ വെളിപ്പെടുകയാണ്. ഇതാ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ അവൻ വെളിപ്പെട്ടു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയുടെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ വെളിപ്പെടുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രൂശിന്റെ വലിപ്പം ഇപ്പോൾ തുറന്നു വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വെളിപ്പാടിന്റെ ആഴം തുറക്കട്ടെ. അങ്ങനെ ഒന്ന് ആഴമായി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ കാനാനി സ്ത്രീ ഒരു വെളിപ്പാട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൈമാറുകയാണ്. കാനാനി സ്ത്രീ പറയുകയാണ്, യേശുവേ, മക്കളുടെ അപ്പം ആ മേശയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അത് മക്കളുടെ അപ്പമാണ്, എന്നാൽ ആ അപ്പം നുറുക്കുകൾ താഴേക്ക് വീണാൽ അത് നായ്ക്കുട്ടികളുടേതാണ് എന്ന് പറഞ്ഞാൽ അവൾ ഒരു വെളിപ്പാടാണ് കൈമാറുന്നത്. യേശു ഉയരത്തിൽ ഇരിക്കുമ്പോൾ അവൻ യഹൂദൻ്റെത് മാത്രമാണ്, പക്ഷെ എന്നവൻ താഴേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടോ, ക്രൂശിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്നോ, അന്നേരം മുതൽ അവൻ ജാതികളുടെ ദൈവമായി തീരുകയാണ്. അവൻ സകല മാനവകുലത്തിനും വേണ്ടി മറുവിലയായി തീരുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് ആ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി ചിലവരെ തൊടുകയാണ്. ചിലവരെ ജീവിതത്തിനകത്ത് അസാധാരണമായ വലിപ്പങ്ങൾ തുറന്നു വരികയാണ്. ആഴമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൗലോസ് ഇതാ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ക്രൂശിലാണ് ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ചത്, ക്രൂശിലാണ് അവന്റെ മേളിൽ ജയോത്സവം കൊണ്ടാടിയത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പഴയ നിയമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചെങ്കിലും ഇതാ പുതിയ നിയമത്തിൽ ക്രൂശിനെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ചു എന്നുള്ളതാണ്. അവന്റെ മേലിൽ ജയോത്സവം കൊണ്ടാടി എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായി ക്രൂശ് തീർന്നു എന്നുള്ളതാണ്. ആ നിലകളിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കൊലോസി ലേഖനത്തിന്റെ ഏറ്റവും വലിയ ആഴം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്, ക്രൂശിലാണ് വീണ്ടെടുപ്പ് സംഭവിച്ചിരിക്കുന്നത്, ക്രൂശിലാണ് എൻ്റെയും നിങ്ങളുടെയും ജയം ഉറപ്പിച്ചിരിക്കുന്നത്. കൊലോസി ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാൽവരി ക്രൂശിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും വിരോധമായിരുന്ന കൈയെഴുത്തിനെ, പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രൂശിൽ വിശ്വസിക്കുന്ന യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്തുനിന്ന് വിരോധങ്ങൾ നീങ്ങുകയാണ്. ശത്രുവിന് ജയിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ആഴം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേ, യേശു വീട്ടിൽ അത്ഭുതം ചെയ്തു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, 4 ദിവസം നാറ്റം വെച്ച ലാസറിനെ തിരിച്ചു പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ശത്രു ഒരു പ്രശ്നം ഉണ്ടാക്കിയതായി കാണുന്നില്ല. ആ അത്ഭുതങ്ങളെല്ലാം ലോകത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇതാ പത്രോസ് പറയാണ്, നീ മരിക്കരുത്. ഹല്ലേലൂയ. ക്രൂശിൽ മരിക്കുമെന്ന് എപ്പോൾ വെളിപ്പെടുത്താൻ തുടങ്ങിയോ അന്നേരം മുതൽ ശത്രു ഭയന്നു തുടങ്ങി. യേശുവിന്റെ കാൽവരി ക്രൂശിൽ 6 മണിക്കൂറത്തെ ആഴമാണ് ശത്രുവിന്റെ തല തകർന്നത്. ആത്മാവിൽ വിശ്വസിക്കാമെങ്കിൽ കാൽവരിയിൽ താൻ വില തന്ന് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നതാണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷയായി തീർന്നത്. വ്യക്തമായി തിരിച്ചറിയാമെങ്കിൽ സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും അവൻ്റെ തല തകർന്നതുമായ ആഴമെന്ന് പറയുന്നത് കാൽവരി ക്രൂശാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് കൊലോസ്യ ലേഖനം വ്യക്തമായി നമ്മൾ ഒരുമിച്ച് പറയുകയാണ്, നിനക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തിനെ മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 15-ാമത്തെ വാക്യം ഒരുമിച്ചെൻ്റെ കൂടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ക്രൂശിൽ സകലത്തിനെയും ആയുധവർഗം വെപ്പിച്ചു. പഴയ നിയമത്തിൽ ഒരു വലിയ പ്രോമിസ് വെളിപ്പെടുകയാണ്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ നിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ്റെ തലയെ തകർത്ത സ്ഥലമാണ് കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അത്ഭുതങ്ങളെക്കാൾ വലിയ തലമാണ് കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. നിന്റെയും എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി, രോഗത്തിൻ്റെ പരിഹാരമായി, കടബാധ്യതയുടെ പരിഹാരമായി, നിന്ദയുടെ പരിഹാരമായി ഇതാ കാൽവരി ക്രൂശ് വീണ്ടെടുപ്പിന്റെ വിലയായി വെളിപ്പെട്ടു നിൽക്കുമ്പോൾ കണ്ണുകളൊന്ന് അടച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇതൊരു അസാധാരണ തലമാണ്. ഇതാ എനിക്കും നിങ്ങൾക്കും വേണ്ടി നിത്യതയെ തുറക്കുന്ന, വീണ്ടെടുപ്പിനെ തുറക്കുന്ന ആ തലമൊന്ന് കണ്ണുകൾ അടച്ചിപ്പോൾ സ്വീകരിക്കാമെങ്കിൽ രക്ഷയുടെ മാർഗത്തെ തുറന്ന കാൽവരി ക്രൂശിലേക്കൊന്ന് കണ്ണുകൾ അടച്ച് ധ്യാനിക്കുക. ഇപ്പോൾ ആ വലിയ വിടുതലുകൾ നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരികയാണ്. യേശു കാൽവരിയിൽ ചെയ്ത ആ വലിയ വിടുതലുകൾ ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്ന സമയമാണ്. കണ്ണുകൾ അടയ്ക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിൽ വന്നേക്കുന്നത്. ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗങ്ങളും സഹിച്ചാണ് നമ്മളിപ്പോൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് നമ്മളൊരു വലിയൊരു വഞ്ചനയിൽപ്പെട്ട് നമ്മൾ ഒരുപാട് തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. ഞാനും ഞാനും ഒരുപാട് അച്ഛനും എന്താ പറയുക, ഞങ്ങൾ നല്ല
ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പം നമ്മൾ ഇതുപോലെ 3 വർഷം മുമ്പ് വിദേശത്ത് പോകാനായിട്ടൊരു ചാൻസിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു ഏജൻസിയിൽ കുറച്ച് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം നമ്മൾ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇപ്പോൾ പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല, ഒന്നിനും ഒരു അവസ്ഥയില്ലായിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ എടുക്കാൻ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട് എൻ്റെ തന്നെ ഒരു അച്ചാച്ചനുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇപ്പം ന്യൂസിലൻഡിലാണ്, ഇപ്പം ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ഉള്ളതെല്ലാം സ്പോൺസർ ചെയ്തു. ദൈവത്തിൻ്റെ ഒരു കൃപ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് ആഫ്രിക്കയിൽ എത്താൻ പറ്റി. എനിക്ക് അവിടെ വളരെ സന്തോഷമാണ്. അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 20-22 ദിവസമായി. ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അച്ചാച്ചിക്ക് ഭയങ്കര നിർബന്ധം വന്നു, ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണണം, ഇവിടെ പോസ്റ്ററായി വന്ന് കാണണം. എൻ്റെ ഈ സൗഖ്യമായി എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു അനുഭവം, ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നഷ്ടം ഉണ്ടായിട്ടും എൻ്റെ കൂടെ ഒന്നാമത് എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പാരൻസ്. ഞാൻ എപ്പോഴും ഏത് സമയത്തും എൻ്റെ പാരൻസിനെ കുറിച്ച് പ്രൗഡാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ധൈര്യം. അവരുള്ളതുകൊണ്ടാണ്, ദൈവവും അവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണ തലം, ഒരു അസാധാരണ വിടുതൽ ഇപ്പോൾ ഈ മക്കളുടെ മേളിൽ വെളിപ്പെടുത്തണമേ അപ്പാ. യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ആഴമായി ചലിക്കട്ടെ. ക്രൂശിൽ നിന്ന് ഒഴുകുന്ന ആ രക്തത്തിൻ്റെ ശക്തി ഞങ്ങളുടെ പാപക്കറകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നിത്യജീവനെ പ്രതാപം ചെയ്തതുകൊണ്ട് ഞങ്ങളെ നിത്യതയിലേക്ക് നടത്തുന്നതിനായി, ഞങ്ങൾക്ക് പുതിയ അനുഭവങ്ങളെ തരുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നതിനായി നന്ദി. ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ സംഭവിക്കട്ടെ. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ വരുന്ന ഏപ്രിൽ 10, 11, 12 തീയതികളിൽ നമുക്ക് കൊല്ലത്ത് വെച്ച് 72 മണിക്കൂർ പ്രയർ നടക്കുകയാണ്. അനേക ദൈവദാസന്മാർ ഈ പ്രയറിൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാനായിരിക്കുന്ന ഈ 3 ദിവസങ്ങളിൽ ഞാനുമായിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കാം. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവ പ്രവൃത്തിക്കായിട്ട് കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.